റഷ്യയുടെ ശക്തി അറിയാമായിരുന്നിട്ടും റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് പോകാനാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നു. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ കടൽപാത തടയാനാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. G7 രാജ്യങ്ങൾക്കും ഇവർക്ക് കൂട്ടിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണ വിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. അതേസമയം G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും റഷ്യൻ അസംസ്കൃത എണ്ണ കയറ്റുമതിക്ക് പൂർണ്ണമായ വില നിരോധനം ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുന്നു. യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും നിർദ്ദേശിക്കുന്ന ഉപരോധങ്ങൾ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വില പരിധി നിശ്ചയിക്കുന്ന നിലവിലെ സമ്പ്രദായം അവസാനിപ്പിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെ സമ്മർദ്ദത്തിലാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും കടൽ വഴിയുള്ള റഷ്യൻ അസംസ്കൃത എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിലും പാശ്ചാത്യ കപ്പലുകൾ വഴിയുള്ള ഇൻഷുറൻസ് സേവനങ്ങളിലും ഈ നിയന്ത്രണങ്ങൾ 2026 തുടക്കത്തിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അടുത്ത വർഷം ആദ്യം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുതിയ ഉപരോധ പാക്കേജ് നടപ്പിലാക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവരുടെ നീക്കം റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കാരണം ക്രൂഡ് ഓയിൽ വിൽപ്പന റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വിലപരിധി പൂർണ്ണമായും ഇല്ലാതാക്കും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം G7 യൂറോപ്യൻ യൂണിയന്റെ സമ്പൂർണ്ണ സമുദ്ര സേവന ഉപരോധവും അർത്ഥമാക്കുന്നത് റഷ്യൻ അസംസ്കൃത എണ്ണയോ ഇന്ധനമോ വഹിക്കുന്ന ഒരു കപ്പലിനും പാശ്ചാത്യ ടാങ്കർ, ഇൻഷുറൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സേവനങ്ങൾ ലഭിക്കില്ല എന്നാണ്. ഉപരോധങ്ങൾ റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 1/3 കൂടുതൽ ഇപ്പോഴും ഗ്രീസ്, സൈപ്രസ്, മാൾട്ട തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ടാങ്കറുകളിൽ നിന്നാണ് വരുന്നത് എന്നതിനാൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടൽ വഴി അസംസ്കൃത എണ്ണ കയറ്റി അയക്കുന്നത് റഷ്യയ്ക്ക് അസാധ്യമാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. പൂർണ്ണ ഉപരോധങ്ങൾക്കായിട്ടുള്ള G7 EU രാജ്യങ്ങളുടെ നിർദ്ദേശം പാസ്സായ റഷ്യ അതിന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിക്കായി പഴയതും മോശമായി പരിശോധിച്ചതും അജ്ഞാത ഉടമസ്ഥതയിലുമുള്ള കപ്പലുകളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.